മുതൽ തന്നെ അങ്ങ് വിജയിക്കുമെന്ന കാര്യം ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരുന്നു. ഈ ഒരു തരത്തിൽ വലിയ വിജയത്തിലേക്കുള്ള ഒരു കാരണമായി താങ്കൾ കാണുന്നത്? എന്റെ ജില്ലാ അധ്യക്ഷനോട് അങ്ങ് ചോദിച്ചാൽ അതിനുള്ള മറുപടി പറയും. താങ്കൾക്ക് തോന്നുന്നതാണ്? അല്ല, അതാ അതിപ്പോ ഞാൻ പറഞ്ഞാലേ കണ്ടത് താങ്കളാണല്ലോ, വോട്ടർമാരെ കണ്ടത് താങ്കളാണല്ലോ. ആ സമയത്ത് പ്രതീക്ഷിച്ചിരുന്നോ ഇത്ര വലിയ വിജയം ഉണ്ടാവും? അതാ പറഞ്ഞ് ഈ പ്രതീക്ഷ ഞാൻ എന്നാണ് പ്രകടിപ്പിച്ചത്, ഒരു ഭൂരിപക്ഷം ഞാൻ എന്നാണ് പ്രകടിപ്പിച്ചതെന്ന് ഞാനിപ്പോ പറഞ്ഞാൽ കേരളത്തിന് ഈ തള്ളു മാത്രം പരിചയമുള്ളൂ. കാരണം ഇവിടെ ഉള്ളവരെല്ലാം തള്ളുകാരായിപ്പോയി. എനിക്ക് ആ ഗണത്തിൽപ്പെടാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ പറയില്ല. അത് നിങ്ങൾ അവിടുത്തെ നേതാക്കന്മാരോട് ചോദിക്കുക. 2023 മാർച്ചിൽ പറഞ്ഞിട്ടുണ്ട്. ആ എണ്ണത്തിന് അടുത്തെത്തിയിട്ടുണ്ട്, എണ്ണം എത്തിയിട്ടില്ല. ഒരിക്കലും നിങ്ങൾ മാൻഡേറ്റിനെ അവഹേളിക്കരുത്. അവഹേളിക്കലാണത്. കാരണം മനുഷ്യരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഇടതിലെന്താ മനുഷ്യരില്ല? ഇല്ലില്ല, ഒരിക്കലുമില്ല. ഞാൻ പറയുന്നത് കേരളത്തിലേക്ക് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലെ ചില അവജ്ഞ കലർന്ന ചില ചാനലുകളിലെ ഡെലിബറേഷൻസ് ഞാൻ കണ്ടതാണ്, കേട്ടതാണ്. നിക്ക് ഇടതും വലതും ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഞാൻ അതിലേക്കാ പറഞ്ഞു വരുന്നത്. അരാഷ്ട്രീയം എന്ന് നിങ്ങൾ ഓമന പേരിട്ട് വിളിക്കുന്ന, അല്ലെങ്കിൽ ഒരു മലിന പേരിട്ട് വിളിക്കുന്ന അരാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഇനി കേരളത്തിലെ മനുഷ്യർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അത് മറ്റ് 19 മണ്ഡലത്തിലും കേരളത്തിലെ 140 മണ്ഡലങ്ങൾ ഈ പറയുന്ന 19,000 ചില്ലുവാനം വാർഡുകളിലും കൗൺസിലുകളിലും ഇതിന്റെ അലയടി ഉണ്ടാകും. എനിക്ക് മാത്രമല്ല, ഇനി അങ്ങനെയുള്ള വ്യക്തി കേന്ദ്രീകൃതമായ തെരഞ്ഞെടുപ്പ്, ഞങ്ങൾക്ക് ആര് വന്നാൽ ഗുണമുണ്ടാകും എന്ന് പറയുന്ന അന്വേഷണം ആയിരിക്കും ആദ്യത്തെ തിരഞ്ഞെടുപ്പില്. ജനങ്ങളുടെ നിശ്ചയത്തിലേക്ക് പോകുന്ന ചിന്ത അതായിരിക്കും.